ഹൈ പേയ്മെന്റ് കിട്ടുന്ന ഫ്രീലാൻസിങ് സർവീസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമ്മൾ റീസെന്റ് ലോഞ്ച് ചെയ്തേക്കുന്ന സർവീസസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ പറയുന്നത്. ഫസ്റ്റ് തിങ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനി ചാറ്റിന്റെ ഓട്ടോമേഷൻ സർവീസ് ആണ്, വിച്ച് ഇസ് സോ ഹൈലി ഡിമാൻഡബിൾ. നമ്മൾ പിച്ച് ചെയ്യേണ്ട രീതിയിൽ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സർവീസസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് മിനി ചാറ്റിന്റെ ഓട്ടോമേഷൻ സർവീസ്. ഈ ഒരു ഒറ്റ ടൂൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ നിങ്ങൾക്ക് സർവീസ് ആയിട്ട് കൊടുത്താൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലയൻസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ് നമ്മൾ റീസെന്റ് ലോഞ്ച് ചെയ്തത് AI ഏജന്റ് ബിൽഡിംഗ് സർവീസസ് ആണ്. അത് കുറച്ച് നാളായി, മിനി ചാറ്റിന് മുന്നേ നമ്മൾ ലോഞ്ച് ചെയ്തതാണ്. അത് ഇപ്പോഴും നമുക്ക് ഹൈ പേയിങ് ആയിട്ടുള്ള, ഹൈ ഡിമാൻഡുള്ള, ഹൈ കൺവേർഷനുള്ള ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തേർഡ് തിങ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തത് വൈബ് കോഡിംഗ് യൂസ് ചെയ്തിട്ടുള്ള ലാൻഡിംഗ് പേജസിന്റെ സർവീസ് ആണ്. ഇതും നല്ല രീതിയിൽ ഡിമാൻഡുള്ള, നമ്മൾ നല്ല രീതിയിൽ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവേർഷൻ കിട്ടുന്ന പ്രോജക്ട്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പിച്ച് ചെയ്യുന്ന ടൈമിൽ അഡ്വർടൈസ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലാൻഡിംഗ് പേജ് നമ്മൾ എക്സ്ട്രാ സർവീസ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നമ്മൾ വൈബ് കോഡിംഗ് വെച്ചിട്ടുള്ള ലാൻഡിംഗ് പേജസ് ഒക്കെയാണ് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഓൾസോ ദ നെക്സ്റ്റ് വൺ ഇസ് MVP. നമുക്കൊരു മിനിമം വയബിൾ പ്രോഡക്റ്റ് നമ്മൾ ഒരു സ്റ്റാർട്ടപ്സ് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഇപ്പോൾ മിനിമം വയബിൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് ഈ MVP നമ്മൾ വൈബ് കോഡിംഗ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നതും നമുക്ക് നല്ല രീതിയിൽ മൂവബിൾ ആയിട്ടുള്ളൊരു, ഡിമാൻഡബിൾ ആയിട്ടുള്ളൊരു ഫ്രീലാൻസിങ് സർവീസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ ദീസ് ആർ ദ സർവീസസ് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് മന്ത്സ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ സർവീസസ് എല്ലാം തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കാണുന്ന ഫ്രീലാൻസ് സർവീസസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇഫ് യു ആർ സമ്മൺ ഹു ഇസ് പ്ലാനിങ് ടു എക്സ്പാൻഡ് യുവർ ഫ്രീലാൻസിങ് സർവീസസ്, അല്ലെങ്കിൽ പുതിയ ഫ്രീലാൻസിങ് സർവീസ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ സർവീസസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദീസ് പെർട്ടിക്കുലർ സർവീസസ്, യു ക്യാൻ കമന്റ് ഇൻ ദിസ് വീഡിയോ, ഐ വിൽ ഷെയർ മോർ ഡീറ്റെയിൽസ്. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഈ സർവീസസിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ല, ഈ ഒരു സർവീസസിനെ പറ്റി പഠിച്ച് നിങ്ങൾക്കത് നിങ്ങളുടേതായിട്ടുള്ള ഫ്രീലാൻസിങ് സർവീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും അവൈലബിൾ ആണ്. സോ ഇതിന്റെ കോഴ്സസിനെ പറ്റി അറിയാനാണെങ്കിൽ യു ക്യാൻ മെസ്സേജ് ഓർ യു ക്യാൻ കമന്റ്, ഐ വിൽ ഷെയർ മോർ ഡീറ്റെയിൽസ്.